ഇടുക്കിയിൽ മയക്കുവെടിവെച്ച് പിടികൂടിയ കടുവയെ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റി. പരിശോധനകൾക്ക് ശേഷം പെരിയാർ കടുവാ സങ്കേതത്തിൽ തന്നെ കടുവയെ തുറന്നുവിടും. കടുവ വീണ കുഴിയിൽ നായയുമുണ്ടായിരുന്നതിനാൽ പേവിഷബാധ വാക്സിൻ ഉൾപ്പെടെ നൽകിയതിനു ശേഷമായിരിക്കും തുറന്നുവിടുക. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആഷിഖ്, ഈ കടുവയെ അവിടെ നിന്ന് മാറ്റിയോ? ഇതിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അല്പനേരം മുമ്പാണ് കുഴിയിൽ വീണ കടുവയെ മുകളിൽ കയറ്റി തേക്കടിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. നിലവിൽ പ്രാഥമികമായ പരിശോധനയിൽ കടുവയുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉള്ളതായി മനസ്സിലാക്കുന്നില്ല. വിദഗ്ധമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും തിരികെ കാട്ടിലേക്ക് കടുവയെ അയക്കുന്നത് എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ പറയുന്നത്. മയക്കുവെടി വെക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെച്ച് മയങ്ങാതെ കൂടി ഒരു തവണ കൂടി മയക്കുവെടി വെച്ച്, അങ്ങനെ 2 തവണ മയക്കുവെടി വെച്ച ശേഷമാണ് കടുവയെ മുകളിലേക്ക് കയറ്റിയത്. ഈ കുഴിയിൽ കൂടെ ഉണ്ടായിരുന്ന പട്ടിക്കിട്ടും ഒരു മയക്കുവെടി ചെയ്തു, നായക്ക് കൂടി മയക്കുവെടി വെച്ച് ഇത് വിദഗ്ധമായ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തിരികെ കാട്ടിലേക്ക് അയക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് നിലവിൽ വനം വകുപ്പ് പറയുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് കുഴിയിൽ ഏലംതോട്ടത്തിലെ കുഴിയിൽ കടുവ വീണ് കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഫോറസ്റ്റിനെ വിവരം അറിയിച്ച് ഫോറസ്റ്റ് അധികൃതർ എത്തി കടുവയെ പുറത്തെത്തിക്കുകയായിരുന്നു. പ്രദേശത്ത് കടുവ സ്ഥിര സാന്നിധ്യം ഇല്ല എന്നാലും എവിടെ നിന്നാണ് കടുവ എത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിക്കുന്നുണ്ട്. അമൃത. ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.